CPM സംസ്ഥാന സെക്രട്ടറി ME ഗോവിന്ദൻ കണ്ട ജോത്സ്യൻ അത്ര നിസ്സാരക്കാരനല്ല. കേരളത്തിൽ മാത്രമല്ല അദ്ദേഹത്തിന് പിടിപാടുള്ളത്, അങ്ങ് കേന്ദ്രത്തിലുമുണ്ട്. ഇന്ത്യയിലെ പല ഉന്നതന്മാരും ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് കാണാനെത്തുന്ന ജ്യോതിഷ പണ്ഡിതനാണ് മാധവ പൊതുവാൾ. ജ്യോതിഷ രംഗത്ത് ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള കുടുംബ പാരമ്പര്യമുള്ള പൊതുവാൾ കുടുംബത്തിലെ ഇപ്പോഴത്തെ കണിയാണ് മാധവ പൊതുവാൾ. ഇന്ത്യയിലെ തന്നെ രാഷ്ട്രീയ, സാമൂഹിക, ബിസിനസ് രംഗത്തെ ഉന്നതരാണ് അദ്ദേഹത്തെ കാണാനെത്തുന്നത്. അധികാര കേന്ദ്രങ്ങളിലുള്ളവരുമായി പൊതുവാളിൻ്റെ ബന്ധം ആരംഭിച്ചിട്ട് ഒരു പതിറ്റാണ്ടിലേറെയായി. അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, വ്യവസായി ഗൗതം അദാനി, സുപ്രീം കോടതി ജഡ്ജിമാർ, അങ്ങനെ തുടങ്ങുന്നു മാധവ പൊതുവാളിനെ സമീപിക്കുന്നവർ. 2010-ൽ സൊഹ്റാബുദ്ദീൻ ഷെയ്ഖ് ഏറ്റുമുട്ടൽ കേസുമായി ബന്ധപ്പെട്ട് അമിത്ഷായ്ക്കെതിരെ നടപടി നേരിട്ട സമയത്ത് അദ്ദേഹവുമായി അടുത്ത ബന്ധമുള്ള 3 പേർ പയ്യന്നൂരിൽ ജാതകവുമായി വന്ന് കണ്ടിരുന്നുവെന്നും തൻ്റെ ബന്ധുവായ സുധാ മേനോനാണ് തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെ പരിചയപ്പെടുത്തിയതെന്നും പൊതുവാൾ പറയുന്നു. അവർക്ക് തൻ്റെ വീട്ടിൽ 3 മണിക്കൂർ കാത്തിരിക്കേണ്ടി വന്നു. പക്ഷേ ആ കേസിൽ നിന്ന് അദ്ദേഹം അപ്പോൾ മോചിതനാകുമെന്ന് താൻ കൃത്യമായി പ്രവചിച്ചിരുന്നു അത്രേ. അത് യാഥാർത്ഥ്യമാവുകയാണ് പിന്നീട് ചെയ്തത്. അങ്ങനെയാണ് അദ്ദേഹവുമായുള്ള ബന്ധത്തിന് തുടക്കം കുറിച്ചത്. പിന്നീട് അടുത്ത വർഷം അമിത്ഷാ പയ്യന്നൂരിലെത്തുകയും പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്കും തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലേക്കും കൊണ്ടുപോയത് പൊതുവാളാണെന്നും പറയുന്നു. സ്വർണ്ണക്കുട പൂജ, സ്വർണ്ണവേൽ തുടങ്ങിയ വഴിപാടുകൾ നിർദ്ദേശിക്കുകയും അതെല്ലാം അദ്ദേഹം പൂർത്തീകരിക്കുകയും ചെയ്തു അത്രേ. പയ്യന്നൂർ, ബംഗളൂരു, ഡൽഹി, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ പലതവണ അമിത്ഷാ പൊതുവാളിനെ കണ്ടുമുട്ടി. കഴിഞ്ഞ മാസത്തെ അദ്ദേഹത്തിന്റെ കേരള സന്ദർശനത്തിനിടയിലും മാധവ പൊതുവാളിനെ കാണാൻ പോയി അത്രേ. അതേപോലെ നരേന്ദ്രമോദിക്ക് ചക്രവർത്തി യോഗമുണ്ടെന്ന് പ്രവചിച്ച ജ്യോത്സ്യനാണ് മാധവ പൊതുവാൾ. ആ പ്രവചനം സത്യമാകുന്ന വിധത്തിലാണ് മോദിയുടെ ഭരണമങ്ങ് മുന്നോട്ട് പോയത്. 2012-ൽ നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് മാധവ പൊതുവാൾ അദ്ദേഹത്തെ കാണുന്നത്. ജാതകം പരിശോധിച്ചപ്പോൾ അതിൽ ഒരു അപൂർവ ചക്രവർത്തി യോഗം ഉണ്ടെന്ന് അദ്ദേഹം മോദിയോട് പറഞ്ഞു അത്രേ. 2 വർഷത്തിനുള്ളിൽ അദ്ദേഹം പിന്നീട് പ്രധാനമന്ത്രിയായി. ആ കൂടിക്കാഴ്ചയിൽ തുടങ്ങിയ ബന്ധം ഇന്നും തുടരുന്നുണ്ട്. രാഷ്ട്രീയത്തിലേക്കുള്ള ബന്ധങ്ങളുടെ തുടക്കം കുറിച്ചത് അമിത്ഷായാണെങ്കിൽ അദാനി മാധവ പൊതുവാളിന്റെ സുഹൃത്തായി. 2021-ലാണ് അദാനി മാധവ പൊതുവാളിനെ പയ്യന്നൂരിൽ സന്ദർശിക്കുന്നത്. അതേ ദിവസം തന്നെ അദാനി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയെന്ന് അന്ന് കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആരോപിച്ചിരുന്നു. ഇത് വലിയ വിവാദങ്ങൾക്കാണ് അന്ന് വഴിവെച്ചത്. മാധവ പൊതുവാളാണ് അന്ന് കൂടിക്കാഴ്ച സംഘടിപ്പിച്ചതെന്ന് മാധ്യമങ്ങൾ അന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അതെല്ലാം നുണയാണെന്നും പൊതുവാൾ പറയുന്നു. അന്ന് അദാനി വിമാനത്തിൽ കയറിയ നിമിഷം മുതൽ അദ്ദേഹം പോകുന്നത് വരെയും താൻ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നുവെന്നും അദാനിയും പൊതുവാളും ശ്രീ രാജരാജേശ്വര ക്ഷേത്രവും സന്ദർശിക്കുകയും തൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കുകയും പിന്നീട് ജ്യോതിഷവും കുടുംബകാര്യങ്ങളുമൊക്കെ ചർച്ച ചെയ്തിരുന്നുവെന്നും പൊതുവാൾ പറയുന്നു. പ്രധാന പദ്ധതികൾക്ക് മുമ്പ് അദ്ദേഹം ഇപ്പോഴും തൻ്റെ ഉപദേശം തേടാറുണ്ടെന്നും 2011 മുതൽ അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ വരാറുണ്ടെന്നും പൊതുവാൾ പറയുന്നു. എന്നാൽ അമിത്ഷാ രാഷ്ട്രീയം സംസാരിച്ചിട്ടില്ലെന്നും പൊതുവാൾ പറയുന്നു. അദാനിയെക്കുറിച്ച് പൊതുവാളിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ ജ്യോതിഷക്കാരനാണെങ്കിലും അദാനിയെ ഒരു കുടുംബ സുഹൃത്തായാണ് കാണുന്നത്. ഗൗതം അദാനിയുടെ അനുജനായ രാജേഷ് അദാനി 5-6 പേർ അടങ്ങുന്ന കുടുംബത്തോടൊപ്പമാണ് വന്നത്. അദാനിയും ഭാര്യയും മക്കളും കണ്ണൂർ എയർപോർട്ടിൽ വന്നു. ഞാൻ തന്നെയാണ് സ്വീകരിച്ചത്. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ കൊണ്ടുപോകേണ്ടത് കൊണ്ട് അവിടെ തൊഴുതിട്ട് പയ്യന്നൂരിലും പിന്നീട് തൊഴുതു. എൻ്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച് വൈകുന്നേരം അവർ തിരിച്ചുപോയി. പക്ഷേ അതിൻ്റെ ഇടയിൽ അദ്ദേഹം പോകുന്നത് വരെ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. വൈകുന്നേരം തളിപ്പറമ്പ് അമ്പലത്തിൽ തൊഴുത് എയർപോർട്ടിൽ വിടുന്നത് വരെ ഒപ്പമുണ്ടായിരുന്നു. അതിനിടയിൽ മറ്റൊരാളും ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നിട്ടില്ല. ഇതായിരുന്നു അന്നത്തെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. 1915-ലാണ് ജ്യോതിഷ സദനം സ്ഥാപിക്കപ്പെട്ടത്. 1915-ൽ പയ്യന്നൂരിലാണ് ജ്യോതിഷ സദനം സ്ഥാപിച്ചത്. കുഞ്ഞിക്കണ്ണ പൊതുവാളായിരുന്നു ആദ്യം ഈ സ്ഥാപനത്തിൻ്റെ ഉടമ. ജ്യോതിഷം പഠിപ്പിക്കലായിരുന്നു അന്ന് ലക്ഷ്യം. VPK പൊതുവാൾ എന്നറിയപ്പെടുന്ന ഇദ്ദേഹത്തെ രാജ്യത്തെ ജ്യോതിഷ പണ്ഡിതരിൽ അഗ്രഗണ്യനായി കണക്കാക്കപ്പെടുന്നു. അന്ന് പൊതുവാളിനെ കേന്ദ്ര സർക്കാർ പണ്ഡിറ്റ് ബഹുമതിയും കാഞ്ചി കാമകോടി ശങ്കരാചാര്യർ ഗണിത ജ്യോതിഷ ചക്രവർത്തി ബഹുമതിയും അയോധ്യയിലെ സംസ്കൃത പരിഷത്ത് ജ്യോതിർഭൂഷണം ബഹുമതിയും ഗുരുവായൂർ ദേവസ്വം ജ്യോതിഷ് തിലകം ബഹുമതിയും നൽകി ആദരിച്ചിട്ടുണ്ട്. VPK പൊതുവാളായിരുന്നു ഉത്തര മലബാർ പഞ്ചാംഗവും കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയ പഞ്ചാംഗത്തിൻ്റെ മലയാളം പതിപ്പും തയ്യാറാക്കിയിരുന്നത്. കുടുംബത്തിലെ മറ്റൊരു പ്രമുഖ ജ്യോതിഷ പണ്ഡിതനായിരുന്നു അച്ചം വീട്ടിൽ നാരായണ പൊതുവാൾ. കണിശവും സവിശേഷവുമായ ഫലപ്രവചനങ്ങളാണ് പൊതുവാളെ പ്രശസ്തനാക്കിയത്. സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള പല പ്രമുഖ വ്യക്തികളും നാരായണ പൊതുവാളുടെ ജ്യോതിഷ ഉപദേശങ്ങൾ തേടിയെത്തിയിരുന്നു. മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം നാരായണ പൊതുവാളെ ഔദ്യോഗിക വസതിയിൽ ക്ഷണിച്ചു വരുത്തി ആദരിച്ചിരുന്നു.
മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ, മുൻ ഗവർണർ കെ ശങ്കരനാരായണൻ, തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിത, മുൻ കർണാടക മുഖ്യമന്ത്രി ദേവരാജ് അർസ്, MGR തുടങ്ങി നാരായണ പൊതുവാളുടെ ഉപദേശങ്ങൾ തേടിയിട്ടുള്ളവരുടെ നിര നീണ്ടതാണ്. അതിൽ മന്ത്രിമാരും സിനിമാ താരങ്ങളും ഉൾപ്പെടും. ശ്രീലങ്കയിൽ പ്രസിഡന്റായിരുന്ന പ്രേമദാസയുടെ ജാതകം നോക്കാൻ നാരായണ പൊതുവാൾ പോയിട്ടുണ്ട്. കുഞ്ഞിക്കണ്ണ പൊതുവാളിന്റെ സഹോദരനായിരുന്നു അച്ചംവിട്ടിൽ നാരായണ പൊതുവാൾ. ഇവരുടെ പിൻഗാമിയായിട്ടാണ് മാധവ പൊതുവാൾ ജ്യോതിഷ സദനത്തിന്റെ അമരക്കാരനായത്. ജയലളിത രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരിക്കൽ അവരുടെ ജാതകം കണ്ടിരുന്നുവെന്ന് മാധവ പൊതുവാൾ പറയുന്നു. തിരുവിതാംകൂർ സഹോദരിമാരായ ലളിത, പത്മിനി, രാഗിണി എന്നിവരുടെ അമ്മയായ സരസ്വതി അമ്മയാണ് അത് തനിക്ക് നൽകിയതെന്നും പൊതുവാൾ പറയുന്നു. ദേശീയ രാഷ്ട്രീയ രംഗം പ്രവചിക്കുന്നതിൽ സമർത്ഥനാണെങ്കിലും കേരളത്തിലെ കാര്യം വരുമ്പോൾ പൊതുവാൾ മൗനം പാലിക്കുകയാണ്. ഒരു കാലത്ത് താൻ ഒരു കടുത്ത CPM-കാരനായിരുന്നുവെന്നും സമ്മതിക്കുന്നു. ഞങ്ങളുടെ ഗ്രാമം CPM-ന്റെ ശക്തി കേന്ദ്രമായിരുന്നു. എന്നാൽ കാലക്രമേണ കോൺഗ്രസ് BJP നേതാക്കളുമായി അടുപ്പമുണ്ടായെന്ന് മാധവ് പൊതുവാൾ പറഞ്ഞു. ഇപ്പോൾ എല്ലാ പാർട്ടികളിലും എനിക്ക് സുഹൃത്തുക്കളുണ്ട്. അവരിൽ പലരും ജാതകം പരിശോധിക്കാൻ എന്നെ സമീപിക്കാറുമുണ്ട്. ഞാൻ ഒരു പ്രത്യേക പാർട്ടിയും പിന്തുടരുന്നില്ല. പക്ഷേ വോട്ട് ചെയ്യുമ്പോൾ എനിക്ക് വ്യക്തമായ ഒരു തെരഞ്ഞെടുപ്പുണ്ടെന്നും അദ്ദേഹം പറയുന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ വന്ന് കണ്ടിരുന്നതായി നേരത്തെ പൊതുവാൾ വെളിപ്പെടുത്തിയിരുന്നു. കുടുംബസമേതമാണ് അദ്ദേഹം വീട്ടിലെത്തിയത്. വർഷങ്ങളായി സൗഹൃദമുള്ള അദ്ദേഹം കാൽമുട്ടിൽ ശസ്ത്രക്രിയ നടത്തി വീട്ടിൽ വിശ്രമിക്കുന്നതറിഞ്ഞ് എന്നെ കാണാൻ വന്നതാണ്, അല്ലാതെ ജാതകം നോക്കാനല്ല. അദ്ദേഹം ജാതകം നോക്കാൻ വരുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ എന്നും ഈ കൂടിക്കാഴ്ച വിവാദമായപ്പോൾ മാധവ് പൊതുവാൾ പ്രതികരിച്ചിരുന്നു. ജ്യോതിഷിമാരുടെ വീട്ടിൽ കയറാൻ പാടില്ലേ? സംസാരിക്കും, ബന്ധമുണ്ടാക്കും. അതിനർത്ഥം അവരുമായി യോജിക്കുന്നു എന്നല്ല. സ്നേഹബന്ധവും ജ്യോതിഷവുമായി കൂട്ടിക്കലർത്തേണ്ടതില്ല. പാർട്ടിയിലെ പ്രശ്നങ്ങൾ കൊണ്ടാകാം സന്ദർശനം വിവാദമായത്. രാഷ്ട്രീയ നേതാക്കളും വ്യവസായ പ്രമുഖരും അടുത്ത ബന്ധമുണ്ട്. പാർട്ടിയുടെ ഉന്നത നേതാവ് പയ്യന്നൂരിലെ ജ്യോത്സ്യനെ കണ്ടത് എന്തിനെന്ന ചോദ്യം CPM സംസ്ഥാന സമിതിയിൽ ഉയർന്നതായി വാർത്തയുണ്ടായിരുന്നു. അങ്ങനെയൊരു വിമർശനം നടന്നിട്ടില്ലെന്നാണ് കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ പ്രതികരിച്ചത്. സംസ്ഥാന സമിതി അംഗം P ജയരാജനും അത് ശരിവെച്ചിരുന്നു. ഏതായാലും AKG സെന്ററിന്റെ പാലുകാച്ചൽ ഉൾപ്പെടെ ജ്യോത്സ്യനെ കണ്ടു എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ ജനം ശരിവെക്കുന്നത്. പിണറായി വിജയനും MV ഗോവിന്ദനും സുഹൃത്തുക്കളാണ് എന്ന് പൊതുവാൾ സമ്മതിക്കുമ്പോഴും പല രാഷ്ട്രീയ സംഘർഷങ്ങൾ വരുമ്പോൾ പൊതുവാളിനെ വിശ്വാസം കൊണ്ടാണോ സമീപിക്കുന്നതെന്നുള്ളത് അറിയില്ല. ഏതായാലും AKG സെന്ററിന്റെ പാലുകാച്ചൽ ഉൾപ്പെടെ വിവാദമായിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ പിണറായിയുടെ മൂന്നാം തരംഗം എങ്ങനെയായിരിക്കും പൊതുവാൾ പ്രവചിച്ചിരിക്കുന്നത് എന്നുള്ളതും അറിയാൻ കഴിയുന്നില്ല.